രൂപപ്പെടുത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ ആ കടമ ഏറ്റെടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട യുവജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അവബോധം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു യുവജന സംഗമം സംഘടിപ്പിച്ചതിന് യുവജന ക്ഷേമ ബോർഡിന്റെയും നവയുഗ കലാസമിതി നായത്തോട് KR കുമാരൻ മാസ്റ്റർ നവയുഗ വായനശാല എന്നീ പ്രസ്ഥാനങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ എല്ലാ പൊതു ഗ്രന്ഥശാലകളെയും കേന്ദ്രീകരിച്ച് നടത്തേണ്ടുന്നതായ ഒരു പ്രവർത്തനമാണിത് എന്ന് നിരന്തരം ലൈബ്രറി കൗൺസിലിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഗ്രന്ഥശാല സംഘത്തിനോട് ആവർത്തിച്ച് പറയാനുള്ള ഒരു വിഷയമാണ്. ഇന്നിപ്പോൾ ഈ വൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിന്റെ സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെന്റിനും വിജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഗുണാത്മകമായിട്ടുള്ള മുന്നോട്ടുപോക്കിനും സാധ്യമാകുന്ന വിധത്തിലുള്ള ഒട്ടനവധി പദ്ധതികളും പരിപാടികളും സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങളെ ആകെ ഈ ഒരു വഴിത്താരയിലെ അണിനിരത്തുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയായി സർക്കാർ കാണുന്നുണ്ട്. 20 ലക്ഷം യുവതി യുവാക്കൾക്ക് പുതുതായി തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന സർക്കാരാണ്. ഈ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി വിവിധ ഏജൻസികളുടെ സമർത്ഥമായ ഏകോപനം ഈ സന്ദർഭത്തിൽ സാധ്യമാക്കിക്കൊണ്ട് കേരളത്തിന്റെ തൊഴിൽ ക്ഷമതയുടെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ കേരളത്തിന്റെ തൊഴിൽ ക്ഷമത വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ ഒരു ബിസിനസ് വിമുഖ സംസ്ഥാനം എന്ന് പേര് കേട്ടിരുന്ന കേരളം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് സൗഹാർദ്ദ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി മാറിയിരിക്കുന്നു. തൊഴിൽ ക്ഷമതയുടെ കാര്യത്തിലും നമ്മുടെ ഗ്രാഫ് വളരെയധികം മേൽപോട്ട് ഉയർന്നിരിക്കുകയാണ്. 2ാം സ്ഥാനത്തേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. അപ്പൊ ആ നിലയിൽ ഉള്ള ഒരു വളർച്ചയ്ക്ക് സാധ്യമാകാൻ കഴിയുന്ന വിധത്തിൽ കേരള നോളജ് ഇക്കോണമി മിഷൻ KKEM, KDISC, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളുടെ സംയോജനം, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും വിദഗ്ധമായ ഇടപെടൽ, ഇതെല്ലാം വളരെയധികം ഉപയുക്തമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ന് ലോകത്തിന്റെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളായി പ്രത്യേക പരാമർശം, അതുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ സർവേയിൽ പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നു എന്നുള്ളതും അഭിമാനകരമായ കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന സംവിധാനമായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മാറി കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്റ്റാർട്ടപ്പ് മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ പരിപാടികളിലും വലിയ യുവജന പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. സംരംഭങ്ങളെ കാര്യമായ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന നമ്മുടെ നയം വലിയ വിജയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഈ സന്ദർഭത്തിൽ വികസിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തെ ഒരു പുത്തൻ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയയിൽ മുന്നിൽ നിൽക്കേണ്ടുന്ന മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രവും സമൂലവുമായ മാറ്റം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് ആ ചുമതല വളരെ കൃത്യതയോടുകൂടി ഏറ്റെടുക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ
പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രയോറിറ്റി നൽകി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കുകയും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഗുണാത്മക വർധനവുണ്ടാക്കുകയും ചെയ്തതിന്റെ പിന്നാലെയാണ് ഈ ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പുതിയ വൈജ്ഞാനിക സമൂഹം എന്ന ആശയ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായും തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പസിൽ തന്നെ സാധ്യതയുണ്ടാകണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായും ഇപ്പോൾ 4 ഇയർ UG പ്രോഗ്രാമിന്റെ ഭാഗമായി അതിന്റെ മുന്നോടിയായി സമഗ്രമായ ഒരു പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അഥവാ പ്രവൃത്തിമുഖ വിദ്യാഭ്യാസത്തിനാണ് ഈ കരിക്കുലത്തിൽ പ്രാധാന്യം നൽകുന്നത്. ചെയ്ത് പഠിക്കാൻ പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ അറിവുകളെ വിസ്തൃതമാക്കാൻ നല്ല അവസരം ഈ കരിക്കുലത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പുകളിലൂടെയും ഇൻഡസ്ട്രി അക്കാദമിയ ഇന്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ടും മറ്റും കാര്യങ്ങൾ ചെയ്തു പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു എന്ന് മാത്രമല്ല, സ്കിൽ കോഴ്സുകൾക്കുൾപ്പെടെ ക്രെഡിറ്റ് നൽകിക്കൊണ്ട് കാര്യപ്രാപ്തി വികസനത്തിനും ആത്മവിശ്വാസ വർധനവിനും സഹായകരമായ വിധത്തിൽ നൈപുണി വികസനത്തിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ക്യാമ്പസുകളിലും സ്കിൽ എൻഹാൻസ്മെന്റ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് സെൽസ് ആരംഭിക്കാൻ ഇതിനകം നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ വളരെ സജീവമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ അഭിരുചിക്ക് ഉതകുന്ന ഏതെങ്കിലും ഒരു സ്കിൽ കോഴ്സ് തെരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സാഹചര്യം അത് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള, അസാപ് കേരള. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ അസാപ് കേരളയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പലരും ഇവിടെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. 150ഓളം സ്കിൽ കോഴ്സുകൾക്ക് പരിശീലനം നൽകാൻ പാകത്തിലാണ് ഇന്ന് അസാപ് പ്രവർത്തിക്കുന്നത്. ICT അക്കാദമി, IHRD, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള തുടങ്ങി വ്യത്യസ്തങ്ങളായ ഏജൻസികൾ സ്കിൽ എൻഹാൻസ്മെന്റുമായി ബന്ധപ്പെട്ട് വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കരാറിലേർപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അപ്പോൾ തങ്ങളുടെ അഭിരുചിക്ക് ഇണങ്ങുന്നത് അന്തർദേശീയവും ദേശീയവുമായ വേരുകളുള്ള വൻ ഫേമുകളിൽ ഉൾപ്പെടെ തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ പോകാൻ സഹായകമായതുമായ സ്കിൽ കോഴ്സുകൾ പരിശീലിക്കുന്നതിന് ക്യാമ്പസ് തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സാഹചര്യം ഉണ്ടാകുകയാണ്. അതുപോലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ്, നൂതനാശയങ്ങൾ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഇതിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളോടാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സമൂഹത്തെ സഹായിക്കുന്ന, സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന തലത്തിലുള്ള സൊല്യൂഷൻസ് ഉൾക്കൊള്ളുന്ന ഒരു നൂതനാശയം മുന്നോട്ട് വച്ചാൽ ആ ആശയം പ്രായോഗിക തലത്തിലേക്ക് പരാവർത്തനം ചെയ്ത് പൂർണ്ണ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്ന് നിങ്ങൾക്ക് ധനസഹായം ലഭിക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഗൈഡൻസും മെന്ററിങ്ങും ഇതിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോ ഇന്നോവേഷൻ വലിയ പ്രാധാന്യത്തോടു കൂടി കാണാം. ഇന്നോവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ, അങ്ങനെ നൂതനാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ യുവാക്കൾ. ഇത് യുവാക്കളുടെ സംഗമമാണ്. ജീവിതത്തിലെ ഏറ്റവും സർഗാത്മകമായ കാലമാണ് യൗവനകാലം. ആ കാലത്താണ് ഏറ്റവും ക്രിയാത്മകമായ, ഏറ്റവും മൗലികമായ ആശയങ്ങൾ മസ്തിഷ്കങ്ങളിൽ രൂപം കൊള്ളുക. അങ്ങനെ യുവ മസ്തിഷ്കങ്ങളിൽ രൂപം കൊള്ളുന്ന ഏറ്റവും നൂതനമായ ആശയങ്ങൾ അടവച്ച് വിജയിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഇൻക്യുബേഷൻ സെന്റേഴ്സ്.
ഇപ്പൊ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇൻക്യുബേഷൻ സെന്റേഴ്സ്, ഇൻക്യുബേഷൻ എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ ആശയങ്ങൾ അടവച്ച് വിരിയിക്കുക, അല്ലെ, മുട്ട അടവച്ച് വിരിയിക്കുന്ന ഇൻക്യുബേറ്റേഴ്സ് പോലെ ആശയങ്ങൾ അടവച്ച് വിരിയിക്കുന്നതിനുള്ള ഇൻക്യുബേഷൻ സെന്റേഴ്സ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആരംഭിക്കുകയാണ്. ഈ ഇൻക്യുബേഷൻ സെന്റേഴ്സിനെ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നോവേറ്റീവായ ആശയങ്ങൾക്ക് ചിറക് കൊടുത്തുകൊണ്ട് അവയെ വിപണി കേന്ദ്രിതമായിട്ടുള്ള ആ സാധ്യതകളിലേക്ക് കൂടി കൊണ്ടുപോകാനാണ് സ്റ്റാർട്ടപ്പ് മിഷൻ സഹായിക്കുക. അതായത് നിങ്ങൾ ആരംഭിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് അതല്ലെങ്കിൽ സർവീസ് അതിനെ മാർക്കറ്റിൽ ഇറക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്നതാണ്. അങ്ങനെ ഒരു ഇന്നോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വികസിപ്പിച്ചു വരികയാണ്. ഇന്നിപ്പോ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടുകൂടി 500-ൽ പരം ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് നമ്മുടെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കലാലയങ്ങളോട് ചേർന്ന് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുന്ന വിഷയവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ചില കോളേജുകളിൽ 18ഓളം ഇൻഡസ്ട്രീസുമായിട്ട് ടൈഅപ്പുള്ള സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. കൊട്ടാരക്കരയിലെ IHRDയുടെ വിനീതമായ ക്യാമ്പസിൽ അമേരിക്കയിലും മറ്റ് വികസിത രാജ്യങ്ങളിലുമെല്ലാം പേരുകളുള്ള സോഹോ എന്ന് പറയുന്ന IT കമ്പനി അതിന്റെ ബ്രാഞ്ച് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കൊട്ടാരക്കര പോലുള്ള പ്രദേശങ്ങളിലെ അതിസാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് അവരുടെ പ്രതിഭയും ബൗദ്ധികമായിട്ടുള്ള സാധ്യതകളുമെല്ലാം നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു ഫീൽഡിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവര് നമ്മുടെ കേരളത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഇൻഡസ്ട്രി അക്കാദമിയ ഇന്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ആദാന പ്രദാനങ്ങളിലൂടെ ആ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ സഹായിക്കാനുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ നമ്മളിപ്പോൾ വികസിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, സംരംഭകത്വ താല്പര്യങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ഒരു സംരംഭം തുടങ്ങിയാൽ തൊഴിലന്വേഷക അല്ലെങ്കിൽ തൊഴിൽ തേടുന്ന വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് തൊഴിൽ ദായക അല്ലെങ്കിൽ തൊഴിൽ സൃഷ്ടാവായിട്ട് ആ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ യുവാവിന് മാറാൻ സാധിക്കും. തൊഴിൽ സൃഷ്ടാവാൻ തൊഴിൽ അന്വേഷകർ എന്നുള്ള നിലയിൽ നിന്ന് തൊഴിൽ സൃഷ്ടാക്കളായി മാറുമ്പോൾ സഹപാഠികൾക്കും സമപ്രായക്കാർക്കും തൊഴിൽ നൽകാൻ കെൽപ്പുള്ളവരായി മാറുമ്പോൾ ആ വിദ്യാർത്ഥികൾ തീർച്ചയായും നമ്മുടെ നവകേരളത്തിന്റെ നേതാക്കളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണം ഇവിടെ പറയാണ്. നമ്മുടെ ഏതാനും ചില എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന സന്ദർഭത്തിൽ ഡോക്ടർ തോമസ് ഐസക് നടത്തിയ ഒരു ബജറ്റ് പ്രസംഗം നമ്മുടെ മാൻഹോൾ എന്ന് പറയുന്ന ഒരു സിനിമയെ പരാമർശിച്ചുള്ളതായിരുന്നു. ഇത് വിൻസെന്റിന്റെ സിനിമയാണ് മാൻഹോൾ. മാൻഹോളിൽ ഇറങ്ങി അത് വൃത്തിയാക്കുമ്പോൾ അഴുക്കുചാലിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ദുർഗന്ധം വമിക്കുന്ന വാതകങ്ങൾ ശ്വസിച്ച് പിടഞ്ഞു മരിക്കുന്ന ദയനീയ ജീവിതങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ് മാൻഹോൾ. ഓർമ്മയുണ്ടാവും, കോഴിക്കോട് നൌഷാദ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു യുവാവ് അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി മാൻഹോളിലേക്ക് എടുത്തു ചാടി അവരെ രക്ഷിച്ചു. പക്ഷെ നൌഷാദിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ബാൻഡിക്യൂട്ട് എന്ന് പേരിട്ടുകൊണ്ട് ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്തു. ആ റോബോട്ടിനെ ഉപയോഗിച്ച് മാൻഹോൾ വൃത്തിയാക്കാമെന്ന് കണ്ടപ്പോൾ നിരവധി മെട്രോപൊളിറ്റൻ സിറ്റീസിൽ നിന്ന് ആ റോബോട്ടിന് വലിയ ഡിമാൻഡ് ഉണ്ടായി. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള ഒരു ബൃഹത് പ്രസ്ഥാനമായിട്ട് 25 വയസ്സിന് താഴെ പ്രായമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആരംഭിച്ച ജെൻ റോബോട്ടിക്സ് എന്ന പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തത്. ഈയിടെ നടന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ സന്തോഷപൂർവ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ
വനിതകളായ അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ചേർന്ന് ഡിസൈൻ ചെയ്ത് ലോഞ്ച് ചെയ്ത വിസാറ്റ് എന്ന സാറ്റലൈറ്റ് ബഹിരാകാശത്തിൽ സഞ്ചരിച്ച് ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട്, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം അതുമായി ചേർന്ന പ്രതിഭാസമാണല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് മിനിയാന്നാണ് ആ ഇൻഫർമേഷൻ പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു സമ്മേളനം അവർ നടത്തിയത്. ഈ വിസാറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് ആ സാറ്റലൈറ്റിന്റെ നിർമ്മാണത്തിനും സാക്ഷാത്കാരത്തിനുമായി 31 ലക്ഷം രൂപയാണ് കേരള ഗവൺമെന്റ് നൽകിയത്. വിവിധ ഏജൻസികളുടെ എല്ലാ സഹായങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ അത് നൽകാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ യങ് ഇന്നോവേറ്റേഴ്സിന്റെ പ്രോഗ്രാം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുത്തനാശയങ്ങൾ നൽകി മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ KTU കഴിഞ്ഞ വർഷം 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് 1000 പ്രൊജക്ടുകൾ കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റെടുക്കുകയുണ്ടായി. 1000 പ്രൊജക്ടുകൾക്ക് 30 കോടി രൂപയാണ് സർവകലാശാല ചെലവാക്കിയത്. കുട്ടികൾ വളരെ സർഗാത്മകമായ നിലയിൽ മാലിന്യ സംസ്കരണം പോലുള്ള കീറാമുട്ടി പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും ഒക്കെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പേറ്റന്റ് ഒക്കെ എടുത്തിട്ട് തന്നെ അതിനെ മാർക്കറ്റിൽ ഇറക്കുന്നതിന് വേണ്ട സഹായ സഹകരണങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷൻ നൽകി വരുന്നുണ്ട്. കേരള നോളജ് ഇക്കോണമി മിഷൻ വിജ്ഞാനാധിഷ്ഠിത തൊഴിലുകളിലേക്ക് പോകാൻ വേണ്ടുന്ന സ്കില്ലും അതിനു വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളും നല്ല നിലയിൽ നൽകി വരുന്നുണ്ട്. ഓരോ വിഭാഗങ്ങളെയും പ്രത്യേകം അഭിസംബോധന ചെയ്യുന്ന പദ്ധതികൾ കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പാക്കി വരുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ, അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട യുവതീ യുവാക്കൾക്ക് പ്രത്യേകമായ പരിശീലനവും പദ്ധതികളും കേരള നോളജ് ഇക്കോണമി മിഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് തൊഴിൽ ക്ഷമതയുടെ കാര്യത്തിലും സ്കിൽ എൻഹാൻസ്മെന്റിന്റെ കാര്യത്തിലും ബിസിനസ് അനുകൂല അന്തരീക്ഷം വികസിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. 22-23 സാമ്പത്തിക വർഷത്തെ സംരംഭകത്വ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ ആ വർഷം ആരംഭിക്കും എന്ന് ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. 6 മാസം പിന്നിടുമ്പോഴേക്കും ഏതാണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 1 വർഷം പൂർത്തീകരിച്ചപ്പോഴേക്കും ഏകദേശം 2 ലക്ഷത്തോളം സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നിലയിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ സംയോജനത്തിന്റെ ഭാഗമായി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം സാധ്യമായിട്ടുള്ള ഒരു കാലമാണ്. വിവര വിസ്ഫോടനം, വൈജ്ഞാനിക വിസ്ഫോടനം എന്നൊക്കെ പറയാവുന്ന നോളജ് എക്സ്പ്ലോഷന്റെ കാലത്ത് ആ ഗതിവേഗങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു സമൂഹത്തിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം തന്നെ എല്ലാവർക്കും അറിയാലോ. എത്ര പെട്ടെന്നാണ് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുന്നത്. ഏറ്റവും സർഗാത്മകമായ പ്രവർത്തനങ്ങൾ പോലും മനുഷ്യ നിർമ്മിത മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ മികച്ച നിലയിൽ ചെയ്യുകയാണ്. ഒരു കവിത നല്ലത് എഴുതിത്തരാൻ പറഞ്ഞാൽ, വസന്തത്തെ പറ്റി ഒരു കവിത എഴുതിത്തരാൻ ChatGPT പറഞ്ഞാല് ഒരുപക്ഷെ ഏറ്റവും മികച്ച കവി എഴുതുന്നതിനേക്കാൾ നല്ല കവിതയായിരിക്കും അത് എഴുതിത്തരുക, അല്ലേ? അതുപോലെ ഞാൻ ഈയിടെ ഒരു റോബോട്ടിക് സർജറിയുടെ മെഷീൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അവിടെ ഡോക്ടർമാർ പറഞ്ഞത്, ഡോക്ടർമാര് സർജറി പെർഫോം ചെയ്യുന്നതിനേക്കാളും പ്രിസിഷനോടെ, വ്യക്തതയോടെ, കൃത്യതയോടെ, വേദനാരഹിതമായിട്ട് റോബോട്ടുകൾ ഈ സർജറി പെർഫോം ചെയ്യുമെന്നുള്ളതാണ്. അതായത് റോബോട്ടിന്റെ കയ്യെ 360 ഡിഗ്രിയും തിരിയും, ഇങ്ങനെ തിരിയോ. മനുഷ്യന്റെ കൈ അങ്ങനെ തിരിയില്ല. അങ്ങനെ കുറെ ഗുണങ്ങൾ റോബോട്ടിനുണ്ട് എന്നാണ് ഡോക്ടർമാർ അവിടെ വിശദീകരിച്ചത്. അപ്പൊ ഈ സാധ്യതകളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് നൽകാനായിട്ട്
നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കഴിയണം എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും നിരന്തരം പ്രഖ്യാപിക്കുന്നത് ലോകോത്തര സാഹചര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും ഇണങ്ങുന്ന വിധത്തിൽ എക്വിപ്ഡ് ആക്കണം എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മളൊക്കെ കാഴ്ചവെക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് സർവേ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും ഏറ്റവും നവീകരിക്കപ്പെട്ട ലൈബ്രറികളുമെല്ലാം നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഉണ്ടായിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാഡമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ കേരള സർവകലാശാലയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും കോമൺ ഫെസിലിറ്റീസ് ഉള്ള ലാബ് കോംപ്ലക്സുകൾ 52 കോടിയുടെയും 35 കോടിയുടെയും ഒക്കെ യന്ത്ര സംവിധാനങ്ങളോടുകൂടി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരള സർവകലാശാലയ്ക്കും MG യൂണിവേഴ്സിറ്റിക്കും A++ ആണ് NAAC അക്രഡിറ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത്. പല സർവകലാശാലകളിലും നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 250 കോടിയോളം രൂപയാണ് ലബോറട്ടറി സംവിധാനങ്ങളുടെ വികസനത്തിനു വേണ്ടി ആ സർവകലാശാലയിൽ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇന്ന് കുസാറ്റിലെ സമുദ്രശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലും മറ്റുമുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള കോളേജുകളും സർവകലാശാലകളും ഒരുക്കിയെടുത്തുകൊണ്ട് 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കും മറുപടി കൊടുക്കാൻ കെൽപ്പുള്ളവരായിട്ട് കേരളത്തിലെ യുവജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല എങ്കിൽ പോലും ഉറച്ച ചുവടുകളോടെ നമ്മൾ മുന്നോട്ട് പോകുക തന്നെയാണ്. ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിൽ ഇതിന്റെയൊക്കെ പ്രത്യക്ഷമായ പ്രതിഫലനമായിട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ NAAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ തീർച്ചയായും തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുന്ന പ്രവൃത്തിമുഖമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തൊഴിലവസരങ്ങളിലേക്ക് പോകാനും തൊഴിലാഭിമുഖ്യം സൃഷ്ടിക്കാനും നല്ല രീതിയിൽ കൂട്ടായ പ്രവർത്തനം സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ച് ചെയ്യേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ ഈ സമൂഹത്തിന്റെ ഗുണപരമായ പരിവർത്തനത്തിന് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 3 ലക്ഷ്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞത്. ജനജീവിത നിലവാരത്തിൽ ഇപ്പോൾ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ട്. അതാണ് കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ പ്രത്യേകത. ആ ഒരു കേരള വികസന മാതൃകയുടെ അഭിമാനകരമായ 2ാം അധ്യായമാണ് നാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നവവൈജ്ഞാനിക സമൂഹം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ബദൽ വൈജ്ഞാനിക സമൂഹമാണ്, ഒരു ന്യൂ നോളജ് സൊസൈറ്റിയാണ്. ആ ബദൽ സമൂഹപക്ഷത്ത് നിൽക്കുന്ന ഒരു നോളജ് സൊസൈറ്റി എന്നുള്ളതാണ്. വികസിത രാജ്യങ്ങളിലും നോളജ് സൊസൈറ്റി എന്നുള്ള ആശയമുണ്ട്. പക്ഷെ അത് സ്വകാര്യ മുതലാളിമാരുടെ പോക്കറ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള നോളജ് സൊസൈറ്റിയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമൂഹത്തിന്റെ ആകെ വെൽബീയിങ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ബദൽ ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആ വിപുലമായ നീക്കത്തിൽ നിങ്ങൾ ഏവരും പങ്കാളികളാകണം എന്നാണ് എനിക്ക് ഇവിടെ എന്നെ കേട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം യുവാക്കളോട് ഒരു വിവരം കൂടി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ KDISCന്റെ ഓൺലൈൻ പോർട്ടലിലുള്ള
ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം. അത് ഇന്ന് ഇന്ത്യയിൽ പല ഏജൻസികളുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ പോർട്ടലിൽ എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം. തൊഴിലന്വേഷകരായ യുവാക്കളെ കൊണ്ട് പരമാവധി ആ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യിക്കണം. അവിടെ തൊഴിൽദായകരായിട്ടുള്ള ഫേംസ് ഉണ്ട്, സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസികളുണ്ട്. ഒരു സൈക്കോമെട്രിക് അനാലിസിസിലൂടെ തങ്ങളുടെ അഭിരുചി എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ പേര് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ യുവതിക്കും യുവാവിനും തങ്ങളുടെ അഭിരുചി എന്ത് എന്ന് സൈക്കോമെട്രിക് അനാലിസിസിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് ആ അഭിരുചി ആവശ്യമുള്ള തൊഴിലിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകാൻ ആ DWMS സംവിധാനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. തൊഴിൽദായകരുമായി ആശയവിനിമയം നടത്താനും സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസികളിലൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഫിനിഷിംഗ് അഥവാ ഗ്രൂമിംഗ് പ്രോസസ്സിലൂടെ അഭിമുഖ പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാനുള്ള കഴിവ് ആർജിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഒക്കെ ആ പോർട്ടലിലൂടെ നമ്മുടെ യുവാക്കൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ആ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ യുവാക്കളും ശ്രമിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നവകേരളത്തിന്റെ സാരഥികളായി ഒരു പുതിയ ജനപക്ഷ ബദൽ വൈജ്ഞാനിക സമൂഹ സൃഷ്ടിയിലൂടെ ലോകത്തിനാകമാനം മാതൃകാപരമായിട്ടുള്ള ഒരു വൈജ്ഞാനിക സമൂഹത്തിന്റെ അനുഭവങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യം.